സദ്യക്കുള്ള വട്ടം കൂട്ടലാണേ. അവിയലാണ് കേട്ടോ അടുപ്പത്തിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് അടുപ്പിലോട്ട് പാവയ്ക്ക വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പാവയ്ക്ക പച്ചടി വെക്കാൻ വേണ്ടി തലേദിവസം ഞാൻ പുളിയിഞ്ചിയും മാങ്ങാച്ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. അവിയല്ലാത്തോട്ട് ദേ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലിട്ടെടുത്ത് അത് സെറ്റാക്കിയിട്ടുണ്ട്. അത് നമ്മളിനി എടുക്കുമ്പോഴേ ഇളക്കി കൂട്ടി എടുക്കുള്ളൂ കേട്ടോ. പിന്നെ ബീട്രൂട്ട് പച്ചടി, അത് ഞാൻ സദ്യയിൽ തൊട്ട് കൂട്ടാത്ത സാധനമാണ്. എങ്കിൽ പോലും അതില്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചോപ്പറിൽ അടിച്ചെടുക്കുന്നുണ്ട്. ഈ പാവയ്ക്കയില്ലേ, നമ്മൾ ചോറ് വിളമ്പൂലേ സദ്യ, അപ്പോഴത്തേക്ക് ഇട്ടാലും മതിയായിരുന്നു. പക്ഷെ ഞാൻ പണി വേഗം കൂടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് വെച്ചതാണ്. പിന്നെ ക്യാബേജ് ദേ കുനാന്ന് പറഞ്ഞിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ കുമ്പളങ്ങ അരിയനാണ് കേട്ടോ, ഓലന് വേണ്ടിയിട്ടുള്ള അതേ തേങ്ങാപ്പാൽ വേവിക്കാൻ വേണ്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കറികളൊക്കെ ഓരോന്നാകുമ്പോഴത്തേക്ക് ഞാനത് ഓരോ പാത്രത്തിനകത്തോട്ടാക്കിയിട്ട് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ കൊണ്ട് വെക്കാനാണ്. കാരണം അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുക്കളയിൽ നിന്ന് തിരിയാനുള്ള സ്ഥലമില്ല. പിന്നെ കുറേ ചട്ടയും കൊല്ലം പാത്രം കൂടി ആകുമ്പോഴത്തേക്കും ഇല്ലേ ഒത്ത്. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും വേഗം അങ്ങോട്ട് പണിയും കൂടും. ഓരോ പാത്രങ്ങൾ എടുക്കുമ്പോഴത്തേക്കും അതങ്ങോട്ട് തന്നെ കഴുകിയും വെക്കാമല്ലോ. പിന്നെ അതേ ബീട്രൂട്ട് പച്ചടിയും ആക്കിയിട്ടുണ്ട്. കൂട്ടത്തിൽ പപ്പടം കൂടെ വറുക്കുന്നുണ്ട്. പിന്നെ 2 കൂട്ടം പായസം. ഞാൻ എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് ഞാൻ വേണമെങ്കിൽ പറയാം കേട്ടോ. ഒന്നും കൂടെ ചിപ്സ്, ഉപ്പേരി, അതൊക്കെ ഞാൻ ഇന്നലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ചോറ്, സാമ്പാർ, അവിയൽ, പുളിയിഞ്ചി, ഓലൻ, കാളനും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ നമ്മുടെ കൂട്ടുകറിയും വെച്ചില്ല. അതിന് 2നും ഞാൻ സൈഡാക്കിയിട്ടാ. ബീട്രൂട്ട് പച്ചടി, ക്യാബേജ്, അങ്ങനെ എല്ലാം ഇലയിൽ വിളമ്പിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവസാനമാണ് കഴിക്കണത്. എനിക്കാണെങ്കിൽ 2 വാഴലൊക്കെ കീറി പറഞ്ഞു പോയി. അപ്പോൾ അത്ര ടാറ്റാ.